യൂട്യൂബ് ചാനൽ. എല്ലാവരും എക്സാമിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ എക്സാം കൊണ്ട് ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പൊതുവേ ഞാൻ പെരുന്നാളിന് രണ്ടാമത്തെ ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് പോവാറ്. രണ്ടാമത്തെ ദിവസമാണ് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി അവിടെ പെരുന്നാൾ. എല്ലാ വർഷവും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് നമ്മളങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു. അപ്പം നമ്മൾ 3 വണ്ടി എടുത്തിട്ടാണ് പോയത്. ഞങ്ങളുടെ വണ്ടിയിൽ ഫുള്ള് കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു. എല്ലാവരും നമ്മുടെ വണ്ടിയിലായിരുന്നു കയറിയത്. ഫുള്ള് ചില്ല് ചെയ്ത് അടിപൊളിയായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ 3 മണിയൊക്കെ ആയി. പിന്നെ അരമണിക്കൂർ നമ്മൾ ഡിസ്കഷനിലായിരുന്നു, എവിടെ പോവും. അങ്ങനെ ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി നെട്ടറ ഗ്രാമം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീരുമാനങ്ങൾക്കൊടുവിൽ എല്ലാവരും മാറ്റി ഇറങ്ങിയപ്പോഴത്തേനും 3:30-4 മണിയായി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അത്യാവശ്യം ഒരു ട്രാവൽ ചെയ്യാനുള്ള ദൂരമൊക്കെ ഉണ്ടായിരുന്നു. എളുപ്പം എത്തുന്ന ഒരു വഴിയുണ്ട്, അതുപോലെ ഇതുപോലെ കാട്ടിലൂടെ പോകുന്നൊരു വഴിയുണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് ഈ കാട്ടിൽക്കൂടെയുള്ള വഴിയായിരുന്നു. അതിനു വേണ്ടി ഞങ്ങൾക്ക് കുറേ ചീത്തയൊക്കെ കിട്ടി. കാരണം അല്ലെങ്കിലേ അവിടെ എത്താൻ സമയം വൈകും. അതിൻ്റെ ഇടയിൽ ഇത്രയും കിലോമീറ്റർ നമ്മൾ വെറുതെ ഫോറസ്റ്റ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുള്ള് ഇരുടാവുന്നുണ്ട്. നമ്മൾ പിന്നെ അതാ ഈ 2 കുരങ്ങിനെയും ആകെ ഒരു മാനിനെയും മാത്രമേ നമ്മൾ ഫോറസ്റ്റിൽ കണ്ടിട്ടുള്ളൂ. അങ്ങനെ സൺസെറ്റൊക്കെ ആവാനുള്ള ആ ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. ഈ വഴിയെ പോയപ്പോൾ ഞങ്ങൾക്കൊരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല. കാരണം പുതിയ വഴിയല്ലേ, നല്ല രസം ഉണ്ടായിരുന്നു, അടിപൊളി റോഡായിരുന്നു. പിന്നെ ഇതാ എൻ്റെ പൂക്കിമോളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ചീത്തയും കേട്ട് ധൃതിയിൽ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇതാ കാണുന്നത് ഫുള്ള് ബ്ലോക്ക്. ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഫുള്ള് ബ്ലോക്ക്. ഈ വയനാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങോട്ടാണോ എത്തിയത് എന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്രയും തിരക്കായിരുന്നു. നമ്മൾ നെട്ടറ ഗ്രാമം കാണാൻ വന്നതാണെങ്കിലും ഗ്രാമവും നിറയെ ആളുകളെയാണ് കണ്ടത്. കാരണം ഫുള്ള് ബ്ലോക്കും തിരക്കും. പിന്നെ അവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നിറച്ചും ആളുകളായിരുന്നു. നല്ല ഒരു ഫോട്ടോ വരെ എടുക്കാൻ പറ്റില്ല, കാരണം ഫ്രെയിം മൊത്തം ആൾക്കാരായിരുന്നു. സംഭവം നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസൊക്കെയാണ്. നല്ല സെറ്റ് വെള്ളവും അതുപോലെ ഉരുണ്ട കല്ലുകളും നല്ല മരങ്ങളും മലകളും പിന്നെ നമുക്ക് കുളിക്കാനെല്ലാം പറ്റിയ കെട്ടുകളൊക്കെ ഉള്ള നല്ല രസമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ തിരക്കായിപ്പോയി. നമ്മൾ വേറൊരു ദിവസം ഒഴിഞ്ഞു വരുവാണെങ്കിൽ ഇതിനും അടിപൊളിയാവും. പിന്നെ നമ്മൾ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലേക്ക് മക്കളെയൊക്കെ ഇറക്കിയപ്പോഴത്തേന് രാത്രിയായാലും എന്താ, നമ്മൾ ഫോണിൽ ടോർച്ച് അടിച്ചിട്ട് വെള്ളത്തിൽ കളിച്ചു. നോക്കുന്ന നോട്ടം കണ്ടില്ലേ, ഫുൾ ടൈം വെള്ളത്തിൽ നിന്ന് കയറ്റുമ്പോൾ കരയുക. വെള്ളത്തിന് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു. നമ്മുടെ ഫാമിലീൻ്റെ പോസിറ്റീവ് പറഞ്ഞാൽ എന്ത് വൈബാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യും, ഒരേപോലെ എല്ലാത്തിനും മുന്നിട്ടിട്ട് ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കൂടെ പോകാൻ ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ കൂട്ടമായിട്ട് ഇതുപോലെ പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ പോവാറ്. കാരണം ഇവർ ഈ എല്ലാ വൈബിനും ഒത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ഇട്ടത്ത് ഫ്ലാഷ് അടിച്ച് വെള്ളത്തിൽ കളിച്ച് ലാസ്റ്റ് നമ്മളൊരു ചായ എല്ലാം കുടിച്ചിട്ട് രാത്രി വീട്ടിലേക്ക് എത്തി. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. എല്ലാവരും പെരുന്നാളും എക്സാമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.